അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗപ്രദമാകുന്ന പാനിക് ബട്ടൺ ഉൾപ്പെടുത്തിയ സ്മാർട്ട് ഫോൺ LG ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. LG K10 2017 എഡിഷൻ 13,990 രൂപയ്ക്കാണ് LG പുറത്തിറക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ എമർജൻസി നമ്പറായ 112ലേക്ക് വിളിക്കാൻ കഴിയുന്ന SOS പാനിക് ബട്ടണാണ് K10 2017ന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പവർ ബട്ടണിൽ 3 തവണ പ്രസ് ചെയ്താൽ 112ലേക്ക് ഫോണിൽ നിന്നും കോൾ പോകും. ഇന്ത്യയിലെ 9 ഭാഷകൾ ഫോൺ സപ്പോർട്ട് ചെയ്യും. നാനോ സിം ഉപയോഗിക്കുന്ന ഡ്യുവൽ സിം ഫോണാണ് LG K10 2017. 120 ഡിഗ്രി വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിക്കുന്ന ക്യാമറയാണ് മറ്റൊരു പ്രത്യേകത. ഇന്ത്യയിൽ ഏറ്റവും ജനപ്രീതി നേടിയ മിഡ് റേഞ്ച് സെഗ്മെന്റിലാണ് ഫോൺ എത്തുന്നത്. 5.3 ഇഞ്ചിന്റെ HD ഡിസ്പ്ലേ ആണ് ഫോണിലുള്ളത്. 1.5 GHz സ്പീഡുള്ള ഒക്ടാകോർ പ്രോസസ്സറാണ് ഫോണിലുള്ളത്. 2 GB ആണ് റാം. 16 GB ആണ് ഇന്റർണൽ സ്റ്റോറേജ്. 2 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാം. ആൻഡ്രോയിഡ് 7.0 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 13 മെഗാപിക്സലിൻ്റെതാണ് പ്രധാന ക്യാമറ. അഞ്ച് മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയ്ക്കാണ് നേരത്തെ പറഞ്ഞ വൈഡ് ലെൻസ് ഉള്ളത്. 2800 mAhൻ്റെതാണ് ബാറ്ററി. മികച്ച കണക്ടിവിറ്റി ഫീച്ചേഴ്സുമുള്ള ഈ ഫോണിൽ LG ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. LG K10. നാളെയാണ് ഈ വർഷത്തെ മൊബൈൽ വേൾഡ് കോൺഗ്രസ് ബാഴ്സലോണയിൽ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വാർത്തകൾ കൊണ്ട് സജീവമാണ് ടെക് ലോകം. ചൈനീസ് മൊബൈൽ കമ്പനിയായ മെയ്സു ഈ വർഷം ആദ്യമായി മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ പങ്കെടുക്കും. മൊബൈൽ വേൾഡ് കോൺഗ്രസിലെ തങ്ങളുടെ ഇവന്റിലേക്കുള്ള ക്ഷണക്കത്തുകൾ മെയ്സു അയച്ചു കഴിഞ്ഞു. 28-ാം തീയതിയാണ് മെയ്സുവിന്റെ മൊബൈൽ വേൾഡ് കോൺഗ്രസിലെ ആദ്യ ഇവന്റ്. എന്നാൽ രസകരമായ കാര്യം, ഈ ഇവന്റിൽ ലോഞ്ച് ചെയ്യുന്ന ഡിവൈസുകളുടെ വിവരമൊന്നും മെയ്സു പുറത്തുവിട്ടിട്ടില്ല എന്നതാണ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ലോഞ്ച് ചെയ്യപ്പെടാൻ പോകുന്ന ഡിവൈസുകളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും മെയ്സുവിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. ക്ഷണക്കത്തിന്റെ ടാഗ് ലൈനായ ഫാസ്റ്റർ ദാൻ എവറിൽ നിന്നും ചില സൂചനകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഏറ്റവും വേഗം കൂടിയ പ്രോസസ്സറാകും മെയ്സുവിന്റെ പുതിയ സ്മാർട്ട് ഫോണിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏക ഊഹം. ഏറ്റവും പുതിയ വയർലെസ് സൊല്യൂഷനുകളും യൂസർ എക്സ്പീരിയൻസ് അനായാസമാക്കുന്ന ചില പുതിയ സാങ്കേതിക വിദ്യകളും അവതരിപ്പിക്കപ്പെടും എന്ന ഒഴുക്കൻ മാട്ടിലുള്ള ഇമെയിൽ സന്ദേശമാണ് ക്ഷണക്കത്തിനൊപ്പം അയച്ചിട്ടുള്ളത്. ഏതായാലും മെയ്സു ഇത്തവണ മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ ഉണ്ടാകും എന്നത് ഉറപ്പിക്കാം. വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഫീച്ചർ അടിമുടി പരിഷ്കരിച്ചു. ഇനി മുതൽ ഫോട്ടോസും വീഡിയോസും സ്റ്റാറ്റസിൽ അപ്ലോഡ് ചെയ്യാം. ലോകമെങ്ങുമുള്ള ഉപയോക്താക്കൾക്ക് ഈ ഫീച്ചർ വാട്സാപ്പ് ലഭ്യമാക്കി കഴിഞ്ഞു. വളരെ സിമ്പിളായ ഒരു ടെക്സ്റ്റ് മെസ്സേജ് മാത്രം വാട്സപ്പിൽ സ്റ്റാറ്റസായി ഇടുന്ന പതിവ് ഇനി അവസാനിപ്പിക്കാം. സ്നാപ്ചാറ്റിനെ പൂർണ്ണമായി അനുകരിക്കുന്നതാണെങ്കിലും സ്റ്റാറ്റസ് ഫീച്ചറിനെ ഏകദേശം മൊത്തത്തിൽ അഴിച്ചുപണിതിരിക്കുകയാണ് വാട്സാപ്പ്.
ഈ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഒന്നും പോകേണ്ടതില്ല. ലൈവായി തന്നെ ആപ്പിൽ ഈ സ്റ്റാറ്റസ് അപ്ഡേറ്റ് എത്തിക്കഴിഞ്ഞു. ആപ്പിൾ ഫോണുകളിൽ സ്ക്രീനിൻ്റെ ഇടത്തേ അറ്റത്താണ് സ്റ്റാറ്റസ് ടാബ്. ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ ടാബുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ക്യാമറ, ചാറ്റ്സ്, സ്റ്റാറ്റസ്, പിന്നെ കോൾസ് എന്ന ക്രമത്തിലും. എല്ലാം ശരി തന്നെ. പക്ഷേ ഇങ്ങനെ ഒരു പരിഷ്കാരത്തിൻ്റെ സാങ്കത്യം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ തമാശകൾ ഒക്കെ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരുമായി ഒറ്റയടിക്ക് പങ്കുവയ്ക്കുക എന്നതാണ് വാട്സപ്പ് ഈ പുതിയ ഫീച്ചറിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരം സ്റ്റാറ്റസ് ഇൻഡിവിജ്വൽ ചാറ്റിലേക്ക് കടന്നു വരികയുമില്ല. മറിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് ടാബിലാകും മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് എത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത്തരം വാട്സപ്പ് സ്റ്റാറ്റസ് മെസ്സേജുകളുടെ ആയുസ് 24 മണിക്കൂർ മാത്രമായിരിക്കും എന്നതാണ്. 24 മണിക്കൂറിന് ശേഷം ഈ സ്റ്റാറ്റസ് മെസ്സേജുകൾ ഓട്ടോ ഡിലീറ്റ് ആകും. നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോ ആയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ജിഫ് ആയോ അയക്കാം. ഇനി സ്വകാര്യത സംബന്ധിച്ച കാര്യങ്ങളും വാട്സപ്പ് ശ്രദ്ധ പുലർത്തുന്നുണ്ട്. 3 പ്രൈവസി ഓപ്ഷനുകളാണ് സ്റ്റാറ്റസ് അപ്ഡേറ്റിലുള്ളത്. മൈ കോൺടാക്ട്സ്, കോൺടാക്ട്സ് എക്സെപ്റ്റ്, പിന്നെ ഓൺലി ഷെയർ വിത്ത്, ഇങ്ങനെ 3 എണ്ണം. മറ്റുള്ളവരുടെ സ്റ്റാറ്റസിന് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ കഴിയും. എന്നാൽ അവയും 24 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോ ഡിലീറ്റ് ആകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ഈ പുതിയ പരിഷ്കാരത്തെ വാട്സാപ്പ് ഉപയോക്താക്കൾ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ. ലോകത്തു തന്നെ നിരന്തരം സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഉപയോക്താക്കളാണ് ഇന്ത്യയിലുള്ളത്. സാധാരണ വാട്സപ്പ് ഫീച്ചേഴ്സ് വളരെ ലളിതമാണ്. എന്നാൽ ഇവിടെ എത്തുമ്പോൾ ആ ലാളിത്യം അവകാശപ്പെടാൻ കഴിയുന്നില്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, സ്നാപ്ചാറ്റിനെ പൂർണ്ണമായും അനുകരിക്കുന്ന ഫീച്ചറാണെങ്കിലും 100 കോടിയിലേറെ ഉപയോക്താക്കളുള്ള വാട്സാപ്പിലെത്തുമ്പോൾ ഏറെ പേർ ഈ ഫീച്ചർ ഉപയോഗിക്കുന്ന അവസ്ഥയാണ് സംജാതമാകുന്നത്.